പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചു. ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രതിഷേധക്കാർ സ്പീക്കറുടെ ചേംബർ വരെ എത്തി മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധക്കാരോട് പുറത്തുപോകണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ക്രിയാത്മകമായ ചർച്ചകൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ പതിവ് പോലെ തന്നെ പ്രതിപക്ഷം അവരുടെ തനി നിറം കാണിക്കുന്ന സാഹചര്യം. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിരിക്കുകയല്ലേ പ്രതിപക്ഷം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കഴിഞ്ഞ കുറച്ച് സമ്മേളനങ്ങൾക്ക് സമാനമായി യാതൊരു തരത്തിലും സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്, അതിരുവിട്ട പ്രതിഷേധമാണ് സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷം കാണിച്ചിട്ടുള്ളത്. ചോദ്യോത്തരവേള ആരംഭിച്ച ഉടൻ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് എത്തുകയും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിരുവിട്ട പ്രതിഷേധം നടത്തുകയും ചെയ്തു. സ്പീക്കർ രൂക്ഷമായി വിമർശിക്കുകയും പ്രതിഷേധക്കാരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് പോലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾക്ക് അല്ലെങ്കിൽ ചോദ്യോത്തരവേള മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ഇതേ തുടർന്ന് 12 മണിവരെ ലോക്സഭാ നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭയിൽ ആദ്യം പുതുതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു. 12 മണിയോടുകൂടി വ്യോമയാന മന്ത്രി രാജ്യസഭയിൽ സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട നിലവിൽ നടത്തിയിട്ടുള്ള അന്വേഷണം, സർക്കാരിന് മുൻപിലുള്ള വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വ്യോമയാന മന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാജ്യസഭയിൽ 12 മണിക്ക് ശേഷം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ലോക്സഭയിലാണ് കഴിഞ്ഞ സഭാ സമ്മേളനങ്ങൾക്ക് സമാനമായി നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ അതിരുവിട്ട പ്രതിഷേധം സഭയുടെ സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് എത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം എന്ന് നേരത്തെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആദ്യ ദിനം തന്നെ സഭയുടെ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ക്രിയാത്മകമായ ചർച്ചകൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കിനും ഉതകുന്ന ഗൗരവമുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടത്തണം, അതിനെല്ലാവരും സഹകരിക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആഹ്വാനം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അതിരുവിട്ടുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. രോഹിണി. ശരി ജിഷ്ണു, പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.